ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈറ്റി ബിറ്റാണ്. അപ്പോൾ 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റിന് 160 രൂപയാണ് വില വരുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. നമ്മൾ ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്, ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 43 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 44.5 ഇഞ്ചിലാണ് ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമ്മളിത് കോളർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം. എനിക്കിവിടെ 6.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുമ്പോൾ നമുക്കിവിടെ 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് മുകൾ ഭാഗത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കുറച്ച് താഴേക്ക് ഇറക്കി നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി മുകൾ ഭാഗത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക 7 ഇഞ്ച്. അത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്നും ഇതുപോലെ നമ്മൾ ടേപ്പ് പിടിച്ച്, നമുക്കിവിടെ ചെസ്റ്റ് സൈസ് വരുന്നത് 40 40 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 10.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തതും വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തതും തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ബാക്ക് പാർട്ട് നമ്മൾ ലൈനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് സ്കെയിൽ വെച്ച് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി താഴെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കർവ് ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കാം. നമ്മളിവിടെ കോളർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മളിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 1/2 ഇഞ്ചാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ഞാനവിടെ ആ ലെങ്ത്ത് വരച്ച് ഇതുപോലൊരു ഷേപ്പിൽ നമ്മളിവിടെ വരച്ചെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കുക. ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് വരച്ചെടുക്കുക. നമ്മൾ ഈ വരച്ച ഈ ലൈൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കോർണർ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഈ കോർണർ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നെക്ക് ഭാഗത്തോട്ട് താഴെ വരെ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ ബാക്ക് പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമുക്കിതിൽ യോക്ക് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് യോക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 15 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 16 ഇഞ്ചിൽ ഞാനിത് മാർക്ക് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് ഈ പീസ് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി തൊട്ട് താഴെയുള്ള പീസാണ് നമ്മൾ സ്കേർട്ടിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നമ്മൾ 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഒരു 28 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 29.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് യോക്കും സ്കേർട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ട് പാർട്ട് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പീസാണ് നമുക്ക് സ്ലീവിനായിട്ട് വന്നിരിക്കുന്നത്. അത് നമുക്ക് മാറ്റിയിടാം. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. ഇനി ആ ഫോൾഡഡ് സൈഡിൽ നിന്നും ഒരു 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് ആ ലൈനിൻ്റെ അരികുവശത്ത് തന്നെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തിരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ നമ്മളിത് മാർക്ക് ചെയ്തെടുക്കുക. നെക്ക് വിഡ്ത്ത്, ആം ഹോൾ ഇപ്പോൾ ഞാൻ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തു. താഴെ ആ സൈഡ് വശം വരെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പീസ് മാറ്റിയിട്ടതിന് ശേഷം നമുക്കിനി ഫ്രണ്ടിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ സൈഡ് വശത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സെൻറ്റർ ഭാഗം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്കിതിൽ പോട്ട്ലി ബട്ടൺസ് വെച്ച് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പാർട്ട് നമുക്ക് 2 പീസായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഇനി നമ്മൾ സ്ലീവിനുള്ള പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പീസ് നമുക്ക് 4 മടക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. അപ്പോൾ നമുക്ക് പഫ് സ്ലീവിനായിട്ട് ആദ്യം ഒരു 3.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ പഫ് വരുന്നത് ഒരു 3.5 ഇഞ്ചിലാണ്. അപ്പോൾ ഞാൻ മുകൾ വരെ ഇത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 13 ഇഞ്ചിലാണ് സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ലൈൻ വരച്ച ഭാഗത്താണ് സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ റൗണ്ട് ഇവിടെ വരുന്നത് 9.5 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക 3.5 ഇഞ്ച്. ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ ഷേപ്പ് ആ ലൈൻ്റെ അറ്റത്ത് നിന്ന് ഈ 3.5 ഇഞ്ചിലേക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് 6 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ ഷേപ്പ് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ലൈനിൽ നിന്നും ഇതുപോലെ നമ്മൾ ടേപ്പ് പിടിച്ച് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്ക് അവിടെ വരെയാണ് നമുക്ക് സ്ലീവിന് ചുരുക്കിട്ട് പോകേണ്ടത്. ഇനി മുകളിൽ നിന്നും ഈ 5.5 ഇഞ്ചിലേക്ക് ഇതുപോലെ വളച്ച് ഇതുപോലൊരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഫ് സ്ലീവിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്ലീവ് നിവർത്തിയിട്ടു. അപ്പോൾ ഒരു സൈഡ് ഫോൾഡഡ് ആയതുകൊണ്ട് ആ സൈഡ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അവിടെ വരെയാണ് നമുക്ക് ചുരുക്കിടേണ്ടത്. സെൻറ്റർ ഭാഗത്തും ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് വശം ഒന്ന് ചെറുതായി ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഫ്രണ്ട് പാർട്ടിന് വേണ്ടി അവിടെ നമ്മളൊരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പോക്കറ്റ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്, വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ച്. 4 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് തന്നെ പോക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് എടുത്തു. അപ്പോൾ നമുക്ക് നൈറ്റി പീസ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു പോക്കറ്റ് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 4 പീസ്. അപ്പോൾ ഒരു സൈഡിലേക്ക് 2 പീസ്, ഇപ്പുറത്തെ സൈഡിലേക്ക് 2 പീസ്, അങ്ങനെയാണ് 4 പീസ്. 1.5 ഇഞ്ച് വീതിയുള്ള കുറച്ച് ക്രോസ് പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 3.5 ഇഞ്ചിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്തത്. പക്ഷെ അത് പോരാ, ഞാനിവിടെ ഒരു 4.5 ഇഞ്ച് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് കറക്റ്റായിരുന്നു 4.5 ഇഞ്ച്. കുറച്ചും കൂടി നിങ്ങൾക്ക് നെക്കിന് ലെങ്ത്ത് എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ലെങ്ത്ത്. വിഡ്ത്തായിട്ട് ഒരു 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു വി ഷേപ്പാണ് ആദ്യം മാർക്ക് ചെയ്തത്. പിന്നെ ഒന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു വൈഡ് വി നെക്കാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ പീസ് 2 പീസ് നമുക്ക് നിവർത്തിയിടാം. നമുക്കിനി ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ക്രോസ് പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാൻ നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ബാക്ക് സൈഡിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കണം. ക്രോസ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് 2 മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം വരെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിടാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാനായിട്ട് ഇതുപോലൊരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് 3 ഇഞ്ച് വീതിയാണ് ഈ പീസ് വരുന്നത്. ഈ പീസിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കുക. അതിനുശേഷം ഇത് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പീസിൻ്റെ ഓപ്പണായ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളിനി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ട്ലി ബട്ടൺസ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതുപോലെ വൈറ്റ് കളറിലുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ 9 എണ്ണമാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു മാർക്കിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ 3 എണ്ണം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ആ പോട്ട്ലി ബട്ടൺസ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിൽ ഞാൻ 3 എണ്ണം വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ആ സെൻറ്റർ ഭാഗത്തും ഇതുപോലെ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ സൈഡിലും നമ്മളിതുപോലെ 3 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ പോട്ട്ലി ബട്ടൺസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന പീസുകൾ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മളപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ആ യോക്ക് പാർട്ടിലെ ആ പീസിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് വശം ഈ പോട്ട്ലി ബട്ടൻ്റെ മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി ഞാനിവിടെ ബാക്ക് പാർട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മളിതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഹാഫ് കോളറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ സൈഡിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആ ബാക്കിലെ സെൻറ്റർ ഭാഗത്തും ഞാനിവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ആ സെൻറ്റർ ഭാഗം പിടിച്ച് നമുക്കിതുപോലെ 2 ആക്കി മടക്കിയെടുക്കാം. ഇനി നമുക്ക് ടേപ്പ് വെച്ച് ഇതുപോലെ അളന്ന് നോക്കാം. നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ എനിക്കിവിടെ ഒരു 6 ഇഞ്ചാണ് കിട്ടുന്നത്. ഞാനിവിടെ കോളർ കട്ട് ചെയ്യാനായിട്ട് ഒരു പേപ്പർ ക്യാൻവാസ് 2 ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. താഴെ നമ്മളൊരു ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ ഫോൾഡഡ് സൈഡിൻ്റെ ഭാഗത്തേക്ക് കുർത്തിയുടെ ആ ഫോൾഡ് വരുന്ന ഭാഗമാണ് ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ ലൈനിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ മാർക്കിംഗ് വരുന്ന ഭാഗം വരെ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുക. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റ് 6 ഇഞ്ച് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് കോളറിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 1 ഇഞ്ചാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ആ അറ്റത്ത് ഇതുപോലൊരു ഷേപ്പ്, ഒരു വളച്ചൊരു ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്കിത് പിൻ കുത്തിയെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ പിന്നെ ഊരി മാറ്റി ഞാനിത് നിവർത്തി എടുത്തിട്ടുണ്ട്. ക്ലോത്തിൻ്റെ റോങ് സൈഡിലാണ് നമ്മൾ ഈ ക്യാൻവാസ് അയൺ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പീസും കൂടി നമ്മൾ എടുക്കുക. ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ അയൺ ചെയ്തിരിക്കുന്ന പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. രണ്ടും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ താഴത്തെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡ് വശത്ത് നിന്നും താഴെ ഭാഗം വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി എക്സ്ട്രാ കൂടുതൽ നിൽക്കുന്ന പീസ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്കിത് ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിടുക. അപ്പോൾ എഡ്ജ് ഭാഗമൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി കോളർ ഇതുപോലെ നിവർത്തി വരുമ്പോൾ നമുക്ക് ക്യാൻവാസ് വരുന്ന ഭാഗം മുകൾ ഭാഗത്ത് വരണം. താഴത്തെ ഭാഗം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്യാൻവാസ് വരുന്ന ഭാഗം താഴത്തെ ഭാഗത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ മുകൾ ഭാഗം ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് താഴത്തെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട, ഈ ക്യാൻവാസ് വരുന്ന ഭാഗമാണ് നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി കോളർ ഇതുപോലെ 2 ആക്കി മടക്കുക. ആ ഓപ്പൺ വരുന്ന ഭാഗം, അതിനുശേഷം ആ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഞാനിവിടെ കുർത്തിയുടെ നല്ല വശം നിവർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ കോളറിൽ ആ ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ഭാഗമാണ് കുർത്തിയുടെ നല്ല വശമായിട്ട് ആ സെൻറ്റർ ഭാഗത്ത് വെച്ച് നമ്മൾ 2 സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ബാക്ക് പാർട്ട് നമുക്ക് നല്ല നീറ്റായിട്ടാണ് ബാക്ക് സൈഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾസൈഡ്, അപ്പോൾ നമുക്ക് അവിടെ ക്യാൻവാസ് വരുന്ന ഭാഗത്തിൻ്റെ ആ പീസ് നമുക്ക് ആ ക്യാൻവാസിൻ്റെ അരികിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി നമുക്കവിടെ ഒരു തയ്യൽ തുമ്പ് വരുന്നുണ്ട്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ ആ തയ്യൽ തുമ്പിലേക്കാണ് നമ്മൾ ഈ കോളറ് ഇതുപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി, അപ്പോൾ ഈ അറ്റവും ഇതുപോലെ മടക്കിയെടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ അതായത് നമ്മൾ കോളറെല്ലാം നമ്മൾ നല്ല ഭംഗിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഭാഗത്ത് സ്കേർട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് പോക്കറ്റ് 2 സൈഡിലും വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്കേർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ചുരുക്കമാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലോങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനിലുള്ള ലോങ് സ്റ്റിച്ചിട്ട് 2 സൈഡിൽ നിന്ന് ത്രെഡ് വലിച്ച് നമുക്ക് ചെറിയ ചെറിയ ഞെറികൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് യോക്ക് പാർട്ട് ഇനി മാറ്റിയിടാം. നമുക്ക് സ്കേർട്ട് പാർട്ടിൽ 2 സൈഡിലും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ അറ്റത്ത് നിന്ന് ഒരു 3.5 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വീതിയും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നെക്കിനൊക്കെ ചെയ്യുന്ന പോലെ നമ്മളൊരു ബോക്സ് ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു യു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാൻ ആ അറ്റത്ത് നിന്നും ആ കോർണറിൽ നിന്നും ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലൊരു യു ഷേപ്പ് പോലെ നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക.
രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് സൈഡിലും പോക്കറ്റിനുള്ള പീസിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നിങ്ങൾ ആദ്യം പോക്കറ്റിനുള്ള പീസിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ സ്കേർട്ടിൻ്റെ ഭാഗത്ത് ചുരുക്കിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ്, നമ്മൾ പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. താഴേക്ക് നീളം വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതേ രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഒരു 1/2 ഇഞ്ച് നീക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് റോങ് സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന ഈ പീസ് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കാം. ഇനി ആ പോക്കറ്റിൻ്റെ പീസ് ഇതുപോലെ നമ്മൾ തിരിച്ചു വയ്ക്കുക. അപ്പോൾ ഒരു ചെറിയൊരു പോക്കറ്റാണ് നമുക്ക് വരുന്നത്. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് ആ പോക്കറ്റിൻ്റെ ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പോക്കറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു ലേസാണ് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടി വലുപ്പമുള്ള ലേസ് ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ അറ്റ ഭാഗത്തേക്ക് ലേസ് വെക്കേണ്ട, കാരണം നമുക്ക് ഇനി സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഞാനിതുപോലെ ലേസ് രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും ഞാനിവിടെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിനായിട്ട് നമ്മൾ അടുത്ത പീസാണ് എടുക്കുന്നത്. അപ്പോൾ ആ പീസ് ഇതുപോലെ നമ്മൾ നിവർത്തി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ പോക്കറ്റിൻ്റെ ഈ വശം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമ്മളൊരു പിന്ന് കുത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡ് വശവും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പോക്കറ്റ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. അപ്പോൾ ബാക്ക് സൈഡിൽ പോക്കറ്റിൻ്റെ ഈ താഴത്തെ വശം ഇങ്ങനെ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തും നമുക്കിതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് നീക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വശവും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോക്കറ്റിൽ മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പോക്കറ്റിൻ്റെ ബാക്ക് സൈഡ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് യോക്കും സ്കേർട്ടും നമ്മൾ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി സ്ലീവിൽ ഞെറികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗമാണ്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ചെറുതായിട്ട് നമ്മൾ ഞെറികൾ ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡ് വശത്തേക്ക് നമ്മളിതുപോലെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഞെറികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ ഞെറികളിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗത്ത് നമ്മളിതുപോലെ ആ ലേസും നമ്മൾ നേരത്തെ വെച്ച ആ ലേസും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ യോക്കും സ്കേർട്ടും നമ്മളിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നും രണ്ട് സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പുറത്തെ സൈഡിലുള്ള സ്ലീവും ഇതുപോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ച് സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ രണ്ട് സ്ലീവും നമ്മളിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. താഴേക്ക് 1.5 ഇഞ്ചിൽ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ വരെ നമ്മളിതുപോലെ താഴേക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. താഴത്തെ ഭാഗം അതിന് ശേഷം താഴത്തെ ഭാഗം രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ നമുക്കിതിൽ നെക്ക് നമ്മളൊരു ഹാഫ് കോളറാണ് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ് നല്ല പഫായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സ്ലീവിൻ്റെ താഴെ നമ്മൾ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ലേസ് തന്നെയാണ് നമ്മൾ പോക്കറ്റിൻ്റെ സൈഡിലും വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലെ പോട്ട്ലി ബട്ടൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പോക്കറ്റ് തന്നെയാണ്. അപ്പോൾ നല്ല വീതി കൂടിയ ലേസും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.